അടുക്കളയിൽ നോക്കിയപ്പോഴേ ഗോതമ്പ് നുറുക്കി ഇരിക്കുന്നുണ്ട്. അമ്മാമ്മ കൂടെ ഒന്ന് തോന്നുന്നു, നമുക്ക് ചോദിച്ചു നോക്കാൻ പോയിട്ട്. ഞാൻ പറഞ്ഞതാണ് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ? ഉപ്പുമാവ് ഉണ്ടാക്കാൻ. അപ്പൊ അമ്മാമ്മ പറഞ്ഞ പോലെ നമുക്കൊന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി വെക്കാട്ടാ. പണ്ട് അംഗനവാടിയിൽ നിന്ന് കിട്ടണ ഉപ്പുമാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടാ. അപ്പൊ അതാണ് ഉണ്ടാക്കണത്. ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കണത്. അപ്പൊ അതിന് വേണ്ടിട്ട് കുക്കറിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് സവാള, പച്ചമുളക്, കുറച്ച് ക്യാരറ്റ്, ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് കഴുകി വാര വെച്ച ഗോതമ്പ് നുറുക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഗോതമ്പിന് ആവശ്യമായ ഉപ്പും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഗോതമ്പ് മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 കിലോ ഗോതമ്പിന്റെ പാക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 3 ഗ്ലാസ് വെള്ളം ആണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി കുക്കറിൽ 1 2 വിസിൽ, വേവ് അധികം വേണ്ടെങ്കിൽ ഒറ്റ വിസിൽ, ഇല്ലെങ്കിൽ 2 വിസിൽ അടിച്ചെടുത്തോട്ടാ. അമ്മാമ്മയ്ക്ക് കുറച്ച് വേവൊക്കെ വേണ്ട ആളാട്ടോ, അതുകൊണ്ട് ഞാൻ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി ആവിയൊക്കെ പോയതിനു ശേഷം കുക്കർ തുറന്നിട്ട് കുറച്ച് തേങ്ങ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടാ. അതിനുശേഷം കടുകും വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയും പൊട്ടിച്ചിട്ട് അതിലോട്ട് ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഉപ്മാവ് റെഡി ആയിട്ട്. അത്രയും സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ കുറേ മുന്നൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഉണ്ണിയോളൊക്കെ അംഗനവാടിയിൽ നിന്ന് വരുമ്പോൾ പാത്രത്തിൽ ഉപ്മാവ് കൊണ്ടുവരണതും കാത്തിരിക്കാറുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. അതുകൊണ്ട് അമ്മാമ്മ വരുമ്പോൾ നുറുക്ക് ഗോതമ്പ് കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ അമ്മാമ്മയ്ക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു നോക്കാം. അപ്പോൾ അമ്മാമ്മ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.